നമ്മളൊരു കുട്ടി പർച്ചേസിങ് വ്ളോഗാണ് കേട്ടോ. ബർത്ത്ഡേക്ക് രജി വാങ്ങിച്ചെന്ന വാച്ച് ഞാൻ ഇതുവരെ കെട്ടിയിട്ടുണ്ടായിട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കൂല കേട്ടാ. കുറച്ച് നാൾ പൊന്നിച്ച് വെക്കും, അതിന് ശേഷം ഉപയോഗിക്കൂലൂ. വാച്ച് കെട്ടാത്തതിന്റെ പരാതിയാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അതുകൊണ്ട് ആ പരാതി അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ച് കൈ കെട്ടിയൊന്ന് സ്റ്റൈൽ ചെയ്യുമ്പോഴേക്ക് വസൂട്ടൻ ആ വാച്ച് അങ്ങ് എടുത്തോണ്ട് പോയിട്ടാ. വസൂട്ടന്റെ വാച്ചാണ് അത്രേ. അതുകൊണ്ട് അത് വിട്ടിട്ടായി വസൂട്ടന്റെ കുറച്ചേരം സ്റ്റൈലിങ്. കുറച്ചേരം ഇട്ടും എടുക്കുമ്പോൾ അവൻ തന്നെ എടുത്ത് കളഞ്ഞോളും. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി വാശി പിടിച്ചില്ല കേട്ടാ. ഞാൻ എന്റെ പഴയ വാച്ചനെ അങ്ങ് കെട്ടി. പോവാൻ പോകുമ്പോഴേക്ക് ആളെന്നെ ആ വാച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിന്. ഇന്ന് പോകുന്ന നമ്മൾ ഒറ്റക്കൊന്നും അല്ല കേട്ടാ. കീർത്തനക്കയുടെ ഫാമിലിയും യാമിനിയുടെ ഫാമിലിയും കൂടിയുണ്ട്. നമ്മൾ അന്ന് ഫസ്റ്റ് റെഡി ആയിട്ട് താഴെ വന്നേട്ടാ. ബാക്കി രണ്ട് ഫാമിലി റെഡി ആവണത്രേട്ടാ. അതിന്റെ ഇടയ്ക്ക് ചരനെ നമ്മളെ കയ്യിൽ കൊണ്ടു തന്നിട്ട് അവര് പിന്നെയും റെഡി ആവാൻ പോയി. സമ്മർ സീസൺ ആണ് വരുന്നത്, ഒടുക്കത്തെ ചൂടായിരിക്കും. വസൂട്ടനാകെ ഫുൾ സ്ലീവ് ഡ്രസ്സാണ്. അതുകൊണ്ട് സമ്മറിന് പറ്റുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മംഗൾ ബസാറിൽ പോകാനായിരുന്നു നമ്മളെ പ്ലാനിങ്. മംഗൾ ബസാറിൽ പോകാനുണ്ടായ നമ്മളെ പ്ലാനിങ് മാറ്റിയത് യാമിനിയാണ് കേട്ടാ. വിശാൽ മാർട്ടിൽ പോയാൽ മതി, അവിടെ അതിലും നല്ല ബെസ്റ്റ് ഡ്രസ്സ് കിട്ടും എന്ന് പറഞ്ഞു. വസൂട്ടൻ നമ്മളെ കൂടെ അല്ലാട്ടാ വന്നത്, അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് അവരെ ബൈക്കിൽ കയറി. അങ്ങനെ ലക്ഷ്യം നമ്മളെ കൂടെയും വന്നു. ഈ കാണുന്ന ആർച്ചിന്റെ കുറച്ച് മുമ്പിലായിട്ടാണ് മംഗൾ ബസാർ. ഈ ആർച്ചിന്ന് ഒരു വലിയ ട്വിസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. വിശാൽ മാർട്ട് യാമിനിക്കും ഹസ്ബൻഡിനും മാത്രമേ അറിയില്ലൂ കേട്ടാ. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അവര് നേരത്തെ വേറെ എന്തോ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു മുമ്പിൽ പോയിന്. ഈ ആർച്ച് കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ മുമ്പിലോട്ടാണ് ആ വിശാൽ മാർട്ട് കാണിക്കുന്നത്. നമുക്ക് 2 ഫാമിലിക്കും കിട്ടിയ 2 ഗൂഗിൾ മാപ്പ് ഡയറക്ഷൻ. അങ്ങനെ അവസാനം നമ്മൾ വിശാൽ മാർട്ടിൽ എത്തിയിട്ടാ. വിശാൽ മാർട്ടിൽ എത്തിയെന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചെങ്കിൽ നമ്മൾ അവിടെ എത്തിയില്ല. അവിടെ എത്തുമ്പോഴേക്ക് യാമിനി ഏട്ടന് അവിടെ എത്തിയിട്ടുണ്ടായിനി. ഇവിടെ എത്തപ്പാണ് അവര് പറയുന്നത് വിശാൽ മാർട്ടല്ല വി മാർട്ടാണെന്ന്. വി മാർട്ടാണെങ്കിൽ ആ ആർച്ചിന് ലെഫ്റ്റിലോട്ട് പോയ ഒരു 2 മിനിറ്റ് കൊണ്ട് എത്തൂട്ടാ. ആദ്യം വന്നപ്പോഴേ ഇവർക്ക് ആ ഓർമ്മ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടാ. പെട്രോളും പോയി സമയം പോയി. അവസാനം ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയത്. യാമിനി പറഞ്ഞ ശരി തന്നെയായിരുന്നു കേട്ടാ. അത്യാവശ്യം വലിയ മാർട്ടും അത്യാവശ്യം നല്ല സെലക്ഷൻസും ഉണ്ട് എല്ലാത്തിനും. മാത്രമല്ല ഡ്രസ്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ചീപ്പ് റേറ്റും ആണ്. മംഗൾ ബസാറിൽ ചീപ്പ് റേറ്റിന് കിട്ടുമെങ്കിലും ക്വാളിറ്റി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വസൂട്ടനെ നോക്കാൻ ലക്ഷ്യന്റെ കയ്യിലാക്കിയിട്ടാണ് കേട്ടാ നമ്മൾ പർച്ചേസിങ് തുടങ്ങിയത്. നാട്ടിൽ കയറിയിട്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി. എവിടെ നോക്കിയാലും ഡ്രസ്സ്, എത്ര വെറൈറ്റി ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് കൊതിയായി പോയി. പക്ഷേ എല്ലാം നോക്കിയെടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിട്ടാ. സമയം കിട്ടാത്തത് ഒരുവിധം നന്നായി, അല്ലെങ്കിൽ രജിന്റെ പോക്കറ്റിലെ പൈസ പോകുന്ന വഴി അറിയില്ലേനു. പോയ ഉടനെ തന്നെ വസൂട്ടൻ ഇടാൻ പറ്റിയ ഡ്രസ്സസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേഗം തന്നെ എടുത്തിനിട്ടാ. ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും ഇങ്ങനെ ഒരു മിറർ കണ്ട എനിക്ക് ഇതിന്റെ മുമ്പിൽ കുറച്ചു നേരം നിന്നില്ല സമാധാനം കിട്ടൂല. ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് തകൃതിയായിട്ട് ഡ്രസ്സസ് നോക്കുന്നു പർച്ചേസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. രജിക്ക് 2 ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും പിന്നെ സമ്മറിന് പറ്റിയ വസൂട്ടിന് പറ്റിയ ഡ്രസ്സും എടുക്കാനാണ് മെയിൻ ആയിട്ട് പർച്ചേസിങ്ങിന് വന്നത്. പിന്നെ ടീഷർട്ട് എടുത്തു, ട്രാക്ക് സ്യൂട്ട് എടുക്കാൻ തിരക്കിൻ്റെ അടുക്ക് മറക്കുകയും ചെയ്തു. ഈ സെക്ഷനിൽ രജിനെ ആക്കിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. ഇല്ലെങ്കിൽ ഇനിയും വസൂട്ടിനെയും കൊണ്ട് അകത്ത് നിന്ന കുറച്ച് സീനാണ്. കുട്ടിയമ്മ വീഡിയോക്ക് വേണ്ടി ഞങ്ങൾക്ക് പോസ് ചെയ്തിരുന്നുണ്ട്. വസൂട്ടിനെ അവിടുന്ന് പുറത്തോട്ട് കൊണ്ടുവന്നതിന്റെ കലാപ്രഹളാണ് ഈ കാണുന്നത്. കുത്തിരുന്ന് കിടപ്പും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഈ അവിടെ തന്നെ നിന്ന വസൂട്ടൻ നല്ല വഷളാവും. അതുകൊണ്ട് പെട്ടെന്ന് ബില്ലാക്കി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയിട്ടാ. അപ്പോൾ ഓക്കെ ഗായ്സ്.